ഹായ് ഫ്രണ്ട്സ്, തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഹൃദയഭാഗത്ത് വിശ്വസിക്കാൻ കഴിയാത്തത്ര വിചിത്രമായൊരു നഗരമുണ്ട്. 20 ലൈൻ ഹൈവേയും പൂർണ്ണമായും ശൂന്യമായ കൂറ്റൻ ക്ഷേത്രങ്ങളുമുള്ള ഒരു നഗരം. ഇതധികം ആർക്കും അറിയില്ല. ഇത് ലണ്ടൻ്റെ 4 ഇരട്ടിയും ന്യൂയോർക്കിൻ്റെ 6 ഇരട്ടിയും വലുതാണ്. പക്ഷെ 2 വർഷമായി ഇവിടെ ആരും താമസിക്കുന്നില്ല. ഈ നഗരം ഒരു വീഡിയോയിൽ 46 ദശലക്ഷം ആളുകളാണ് കണ്ടത്. അവരെല്ലാം ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ സ്ഥലത്തെക്കുറിച്ച് കേട്ട് ഞെട്ടിപ്പോയി. വിചിത്രമായ ഈ നേപ്പിഡോ പട്ടണത്തെക്കുറിച്ച് വീഡിയോയിലൂടെ ഞങ്ങൾ വിശദമായി നിങ്ങളോട് പറയും. ഈ നഗരത്തെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ആകാംക്ഷ കൂടും. നേപ്പിഡോ മ്യാൻമാറിൻ്റെ തലസ്ഥാന നഗരമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ 50 ദശലക്ഷം നിവാസികളുള്ള വനപ്രദേശമാണ് നേപ്പിഡോ. 1989 മുമ്പുള്ള ആളുകൾക്ക് മറ്റൊരു പേരിൽ ഈ രാജ്യത്തെ അറിയാമായിരിക്കും. ആ കാലത്ത് മ്യാൻമാറിനെ ബർമ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ വിവാദപരമാണ്. 1960കളിൽ അധികാരത്തിലെത്തിയ ഒരു സൈനിക സ്വേച്ഛാധിപത്യമാണ് ഈ പേര് മ്യാൻമാർ എന്നാക്കി മാറ്റിയത്. രാജ്യത്തിൻ്റെ പേര് മാറ്റാൻ ഈ ഭരണകൂടത്തിന് അവകാശമുണ്ടെന്ന് പലരും കരുതിയിരുന്നില്ല. എന്നാൽ യുണൈറ്റഡ് നേഷൻസ് ഈ രാജ്യത്തെ മ്യാൻമാർ എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ തലസ്ഥാനമായ നേപ്പിഡോയെക്കുറിച്ച് സംസാരിക്കാം. നഗരത്തിൻ്റെ ഉപഗ്രഹ ചിത്രം നോക്കിയാൽ അതിൻ്റെ മൊത്തം വിസ്തീർണം 7000 ചതുരശ്ര അടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ലണ്ടനേക്കാളും ന്യൂയോർക്കിനേക്കാളും ഒക്കെ നിരവധി മടങ്ങ് വലുതാണ്. എന്നാൽ ഷാങ്കായ് ഇപ്പോഴും വളരെ ചെറുതാണ്. നേപ്പിഡോയും ഷാങ്കായും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഷാങ്കായിലെ ജനസംഖ്യ 26 ദശലക്ഷമാണ്. അതേസമയം നേപ്പിഡോയിൽ നിലവിൽ 1 ദശലക്ഷത്തിൽ താഴെ നിവാസികൾ മാത്രമേ ഉള്ളൂ. ഈ സ്ഥലം ഒരു പ്രേത നഗരം പോലെയാണ് തോന്നിപ്പിക്കുന്നത്. ചിലയിടങ്ങളിൽ 20 പാതകളുള്ള വിശാലമായ റോഡുണ്ടെങ്കിലും വാഹനങ്ങളില്ലാതെ അവ പൂർണ്ണമായി ശൂന്യമായി കിടക്കുകയാണ്. ഒരു ട്രക്ക് ഇടയ്ക്കിടെ കടന്നു പോകുന്നുണ്ടാകും. പാർക്കുകളും പൂന്തോട്ടങ്ങളും മാളുകളും ഗോൾഫ് കോഴ്സും മൃഗശാലയും നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്ക് ഉപസാന്തി പഗോഡ പോലും വിജനമാണ്. ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു വിമാനത്താവളമുണ്ട്. എന്നാൽ തിരക്കുള്ള ദിവസങ്ങളിൽ അപൂർവമായി 200-ലധികം പേർ മാത്രമാണ് അവിടെ എത്താറുള്ളത്. ഡസൻ കണക്കിന് ആഡംബര ഹോട്ടലുകളുണ്ട്. പക്ഷേ മിക്ക മുറികളും ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളിവിടെ കാണാൻ സാധ്യതയുള്ള ഒരേ ഒരു ആളുകൾ തോട്ടക്കാരും തെരുവ് വൃത്തിയാക്കുന്നവരുമാണ്. നേപ്പിഡോയും പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സിറ്റിയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നഗരത്തെ ഒരു തൊഴിലാളികളുടെ സൈന്യം കുറ്റമറ്റ നിലവാരത്തിൽ പരിപാലിക്കുന്നുണ്ട് എന്നതാണ്. 2015-ൽ 2 ഗാർഡിയൻ പത്രപ്രവർത്തകർ നഗരം സന്ദർശിച്ച് ഒരു ജ്വല്ലറിയെക്കുറിച്ച് വിവരിച്ചു. ഇവിടെ ഡസൻ കണക്കിന് ആളുകൾക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കളില്ലാതെ അവിടം പൂർണ്ണമായി നിശബ്ദമാണ്. 2015 മുതൽ ജനസംഖ്യ അല്പം കൂടിയിട്ടുണ്ട്. ആ കാലത്ത് നേപ്പിഡോ 4 ലക്ഷത്തിൽ താഴെ പൗരന്മാരുള്ള ഒരു പ്രേത നഗരമായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇപ്പോഴും ഭയങ്കരമാണ്. ഈ തലസ്ഥാനം വളരെ അപരിചിതമാണ്. എന്നാൽ മ്യാൻമാറിലെ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനമായ ഈ നഗരം വേലികളും കിടങ്ങുകളും കൊണ്ട് ചുറ്റപ്പെട്ട അതിഗംഭീരവും സമാനതകളുള്ളതുമായ കെട്ടിടങ്ങളുടെ ഒരു വിശാലമായ സമുച്ചയമാണ്. ചുറ്റും സൈനികരെ നിയമിച്ചിരിക്കുന്നതുകൊണ്ട് ഈ സമുച്ചയത്തിനടുത്തെത്താൻ പ്രയാസമാണ്. ഈ ഹൈ സെക്യൂരിറ്റി ബിൽഡിംഗ്സ് നഗരത്തിനടിയിൽ നീണ്ടുകിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളുടെ ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് റൂമേഴ്സ് ഉണ്ട്. ഉത്തര കൊറിയൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഈ തുരങ്കങ്ങൾ രൂപകൽപ്പന ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. ഈ റൂമേഴ്സ് തെളിയിക്കുന്നത് മിക്കവാറും അസാധ്യമാണ്. എന്നാൽ നേപ്പിഡോ എത്ര വിചിത്രമാണെന്ന് കണക്കിലെടുക്കുമ്പോൾ ഇത് ശരിക്കും അതിശയിപ്പിക്കുന്ന കാര്യമല്ല. ഈ മന്ത്രാലയ മേഖലയ്ക്കൊപ്പം നഗരത്തിനൊരു സൈനിക മേഖല, ഒരു ഹോട്ടൽ മേഖല, ഒരു റെസിഡൻഷ്യൽ സോൺ എന്നിവ ഉൾപ്പെടെ മറ്റു പലതുമുണ്ട്. റെസിഡൻഷ്യൽ സോണിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ ജോലിയെ ആശ്രയിച്ച് കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ കളർ കോഡ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള തൊഴിലാളികൾക്കുള്ളതാണ് നീല മേൽക്കൂര. കൃഷി മന്ത്രാലയത്തിൽ നിന്നുള്ള തൊഴിലാളികൾക്കുള്ളതാണ് പച്ച മേൽക്കൂര. എന്നാൽ മിക്ക വീടുകളും ശൂന്യമാണ്. ഈ നഗരമേഖലകൾ വലുതും വിചിത്രവും ലോജിക്കൽ സ്ട്രക്ചർ ഒന്നുമില്ലാതെ ക്രമരഹിതവുമാണ്. നഗരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരുമിച്ച് എറിഞ്ഞതുപോലെയാണ് കാണപ്പെടുന്നത്. ഇവിടെ ഒരു നഗര കേന്ദ്രം കണ്ടെത്തുക അസാധ്യമാണ്. അതിലൂടെ ചലിക്കുന്നതും ബുദ്ധിമുട്ടാണ്. റോഡുകളുടെ സജ്ജീകരണവും ഗുണം ചെയ്യുന്നില്ല. അവ വിചിത്രമായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ നാവിഗേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. മിനിസ്ട്രി സോണിനുള്ളിലെ 20 വരി ഹൈവേ നോക്കൂ. അത് വളരെ ചെറിയ റോഡുമായി ക്രമരഹിതമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ 20 വരി ഗതാഗതം ഉണ്ടായിരുന്നെങ്കിൽ അത് ആസൂത്രണത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഇടയാക്കുമായിരുന്നു. വൃത്താകൃതിയിലുള്ള റൗണ്ട് അബൌട്ടുകളുമുണ്ട്. അത് വളരെ വിശാലവും വിചിത്രവുമാണ്. അവ നോക്കുന്നത് നിങ്ങളെ തലച്ചോറിന് വേദനിപ്പിക്കും. ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലുള്ള റൗണ്ട് അബൌട്ടുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകില്ല. ഈ റോഡുകൾ കാറുകൾ കൊണ്ട് നിറഞ്ഞതല്ല എന്നതൊരു ഭാഗ്യമാണ്. ഈ റൗണ്ട് അബൌട്ടുകൾ തീർച്ചയായും ഗ്രിഡ് ലോക്ക് ചെയ്യപ്പെടും. ഇത് 16 ലൈൻ ഹൈവേയുടെ മധ്യത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ചില കാരണങ്ങളാൽ അവർ റൗണ്ട് അബൌട്ടിനെ മറികടക്കാൻ മറ്റൊരു റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു.
90 ഡിഗ്രി കോണിൽ ഒരു ഹൈവേ വിഭജിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 16 ലൈൻ ഹൈവേയിൽ 90 ഡിഗ്രി തിരിയുന്നത് നല്ല ആശയമായി തോന്നുന്നില്ല. കിഴക്കോട്ട് മാറി മറ്റൊരു കൂറ്റൻ 16 വരി ഹൈവേ ഉണ്ട്. അത് ഏതാണ്ട് തികച്ചും നേർരേഖയിൽ മൈലുകളോളം പോകുന്നുണ്ട്. ഉയരത്തിൽ നിന്ന് നോക്കിയാൽ ഇതൊരു വിമാന റൺവേ പോലെയാണ് തോന്നിക്കുന്നത്. ഇത് തീർച്ചയായും യാദൃശ്ചികമാകാം. പക്ഷെ വിചിത്രമെന്ന് പറയട്ടെ, സൈനിക താവളത്തിനും സൈനിക മേഖലയ്ക്കും ഇടയിൽ ഇത് നേരിട്ട് സ്ഥിതി ചെയ്യുന്നു. ഈ റോഡുകളിൽ ചിലയിടങ്ങളിൽ വാഹനം ഓടിക്കുന്നത് വളരെ അപകടകരമാണ്. ഡെത്ത് ഹൈവേ എന്ന് പരക്കെ അറിയപ്പെടുന്ന നാപ്പിഡോയിൽ നിന്ന് തെക്കോട്ട് പോകുന്ന ഒരു ഹൈവേ ഉണ്ട്. 2010 റോഡ് ഓപ്പൺ ചെയ്തത് മുതൽ മാരകമായ കൂട്ടയിടി മൂലം റോഡ് ദുരിതത്തിലായി. ഡെത്ത് ഹൈവേയുടെ വശത്ത് ഇംഗ്ലീഷിൽ വിവരിക്കാനാവാത്ത വിധം എഴുതിയ ഒരു പ്രശസ്തമായ അടയാളമുണ്ട്. ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഡാർക്ക് ജോക്ക് ആണത്. ചില ഡ്രൈവർമാർ ക്രാഷിങ്ങിന് മുമ്പ് അവർ അവസാനമായി കാണുന്ന ഈ അടയാളമാണ്. പഴയ തലസ്ഥാനമായ യാങ്കോങ്ങിലെ ഒരു കെട്ടിടത്തിലെ ഒരു പകർപ്പ് മാത്രമായ ആകർഷണീയമെന്ന് തോന്നിക്കുന്ന ഉപസാന്ത പഗോഡ പോലെയുള്ള അസാധാരണമായ മറ്റ് വിശദാംശങ്ങളും നാപ്പിഡോയിലുണ്ട്. പഗോഡ ഒരു ബുദ്ധ സ്മാരകമാണ്. എന്നാൽ അത് ഔദ്യോഗികമായി തുറന്നപ്പോൾ രാഷ്ട്രീയക്കാരെയും സൈനിക നേതാക്കളെയും അല്ലാതെ സന്യാസിമാരെ സമീപത്തേക്ക് അനുവദിച്ചില്ല. മ്യാൻമാറിൻ്റെ തലസ്ഥാനത്ത് നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അർത്ഥമില്ലാത്ത ചിലതുണ്ട്. 20 വർഷം മുമ്പ് ബർമയുടെ പേര് മ്യാൻമാർ എന്നാക്കി മാറ്റിയ അതേ വിവാദ സൈനിക സ്വേച്ഛാധിപത്യമാണ് ഈ നഗരം നിർമ്മിച്ചത്. ഈ സൈനിക സ്വേച്ഛാധിപത്യം അക്രമാസക്തവും ജനപ്രീതിയില്ലാത്തതുമായിരുന്നു. 1960കളിൽ പട്ടാള അട്ടിമറിയിലൂടെ ഭരണകൂടം അധികാരം പിടിച്ചെടുത്തപ്പോൾ ചില വിദ്യാർത്ഥികൾ യാങ്കോൺ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സൈനികരുടെ ഒരു ബറ്റാലിയൻ അയച്ചുകൊണ്ട് ഭരണകൂടം പ്രതികരിച്ചു. മരണസംഖ്യ കൃത്യമായി അറിയില്ലെങ്കിലും 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് വെടിയേറ്റു. തിരഞ്ഞെടുപ്പ് നടത്താനും അവർ വിസമ്മതിച്ചു. അത് ചുരുങ്ങിയത് 1990 വരെ അവർ നിരസിച്ചു. എന്നാൽ സാധ്യമായ 492 സീറ്റുകളിൽ 10 സീറ്റുകൾ മാത്രം സൈന്യത്തിന് കിട്ടിയപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും പ്രതിപക്ഷ രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ക്രൂരവും അക്രമാസക്തവുമായ സ്വേച്ഛാധിപത്യമാണ് അവരവിടെ കൈകാര്യം ചെയ്തത്. ഇവരും നേപ്പിഡോയുടെ നിർമ്മാണത്തിന് ഉത്തരവിട്ട ആളുകളാണ്. അവരെപ്പോഴാണ് നിർമ്മാണം ആരംഭിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. നിർമ്മാണം സൈനിക രഹസ്യമായിരുന്നു. എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് 2002 ഏതോ ഒരു ഘട്ടത്തിലാണ് അവ ആരംഭിച്ചതെന്നതാണ്. 3 വർഷത്തിനു ശേഷം നഗരം അനാച്ഛാദനം ചെയ്തു. നേപ്പിഡോ എന്ന പേരിനൊപ്പം ഇത് ഹോം ഓഫ് കിങ്സ് എന്ന് വിമർത്തനം ചെയ്യപ്പെട്ടു. വ്യക്തമായും ഈ സൈനിക നേതാക്കൾക്ക് സ്വന്തം ആത്മാഭിമാനത്തെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്നു. മൊത്തത്തിൽ നഗരത്തിൻ്റെ നിർമ്മാണത്തിന് $4 ബില്യൺ ചിലവായി. ഈ വലിയ നഗരത്തിനിത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കുറവായിരിക്കാം. എന്നാൽ ആ കാലത്ത് GDP $10 ബില്യൺ താഴെയുള്ള ഒരു രാജ്യത്തിന് ഇത് ധാരാളമാണ്. സ്കൂൾ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാതെ മ്യാൻമാറിൻ്റെ ചില ഭാഗങ്ങൾ ദരിദ്രമാണ്. അവർക്ക് ആ പണം ചെലവഴിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട വഴികളുണ്ടായിരുന്നു. എന്നാൽ സൈനിക ഭരണകൂടം അത് കാര്യമാക്കിയില്ല. ഈ നഗരം ഇപ്പോൾ വിചിത്രമായ ഒരു ഗോസ്ലി മെഗാ സിറ്റിയാണ്. അവർ ധാരാളം പണം പാഴാക്കിയെന്നാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് ഒരു പ്രേത നഗരം വേണമെങ്കിൽ പിന്നെന്ത് ചെയ്യും? ഈ കഥ വിചിത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇനി ഇത് കൂടുതൽ സ്ട്രെയിഞ്ച് ആവാൻ പോവുകയാണ്. നേപ്പിഡോയ്ക്ക് മുമ്പ് മ്യാൻമാറിൻ്റെ തലസ്ഥാനം യാങ്കോൺ എന്ന തീരദേശ നഗരമായിരുന്നു. 7 ദശലക്ഷത്തിലധികം നിവാസികൾ ഇവിടെ വസിച്ചിരുന്നു. 1852 മ്യാൻമാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ നാഷണൽ ക്യാപിറ്റൽ എന്നായിരുന്നു ഈ നഗര കേന്ദ്രത്തിന് പേരിട്ടിരുന്നത്. 150 വർഷങ്ങൾക്ക് ശേഷം മ്യാൻമാറിൻ്റെ സ്വേച്ഛാധിപത്യം യാങ്കോണിനെ അതിൻ്റെ ലക്ഷ്യത്തിന് യോഗ്യമല്ലെന്ന് തീരുമാനിച്ചു. ഔദ്യോഗിക കാരണം ലളിതമായിരുന്നു. യാങ്കോണിൽ ജനത്തിരക്കായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ ജനസംഖ്യ വർദ്ധിച്ചു. കൂടുതൽ സ്ഥലവും മികച്ച നഗരാസൂത്രണവുമുള്ള ഒരു പുതിയ നഗരത്തിൽ വീണ്ടും ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭരണകൂടം. എന്നാൽ പട്ടാളം നേപ്പിഡോയെ നിർമ്മിച്ചതിൻ്റെ യഥാർത്ഥ കാരണം ഔദ്യോഗിക കാരണമായിരുന്നോ? പലരും അങ്ങനെ കരുതുന്നില്ല. അത് കൂടുതൽ വിചിത്രമാണ്. യാങ്കോങ്ങിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയിൽ ഭരണകൂടം പരിഭ്രാന്തരായിരുന്നുവെന്ന് മിക്ക വിദഗ്ധരും കരുതുന്നുണ്ട്. നഗരത്തിൽ വ്യാപകമായൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇത്രയധികം സിവിലിയന്മാർക്കെതിരെ ഒറ്റയടിക്ക് പ്രതിരോധിക്കുക പ്രയാസമാണെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. യാങ്കോൺ സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രതിഷേധം അവർ കൈകാര്യം ചെയ്ത ഒരേ ഒരു പ്രകടനമായിരുന്നില്ല. ഈ പ്രതിഷേധങ്ങളിലൊന്ന് വലിയ കാര്യമായി പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഇത് സമയത്തിന് പ്രശ്നമായി അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അമേരിക്കൻ ഐക്യനാടുകൾ നടത്തിയ നാവിക ആക്രമണത്തെക്കുറിച്ച് ഭരണകൂടവും പരിഭ്രാന്തരായി. US ഗവൺമെന്റിന് അവരുടെ ഔദ്യോഗിക രേഖകളിൽ മ്യാൻമാർ എന്ന പേര് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ഇപ്പോഴും ഈ രാജ്യത്തെ ബർമ എന്നാണ് വിളിക്കുന്നത്. മ്യാൻമാർ എന്ന പുതിയ പേര് സ്വീകരിച്ചുകൊണ്ട് അവർ തെക്ക് കിഴക്കൻ ഏഷ്യയിലും പണ്ടിടപെട്ടിരുന്നു, പ്രത്യേകിച്ചും വിയറ്റ്നാമിൽ. അതിനാൽ തലസ്ഥാന നഗരത്തെ ശാന്തമായ ഉൾനാടൻ പ്രദേശത്തേക്ക് മാറ്റാൻ സൈനിക ഭരണകൂടം തീരുമാനിച്ചു. ഇത് ജനകീയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ബാഗോ യോമ, ഷാൻ യോമ എന്നീ 2 പർവ്വത ശൃംഖലകൾക്കിടയിൽ അവർ തങ്ങളുടെ നഗരം സ്ഥാപിച്ചു.
ഇത് നഗരത്തിനുള്ളിൽ പ്രതിരോധ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. വേലികളും പട്ടാളക്കാരും ഉൾപ്പെടെ ഒരു തരം നദിയോ കിടങ്ങോ ഉള്ള സർക്കാർ സമുച്ചയം നിർമ്മിച്ചു. ആ രഹസ്യ ഭൂഗർഭ തുരങ്കങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടതില്ല. ഒരുപക്ഷെ അവർ നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബോധപൂർവം ശൂന്യമാക്കിയിരിക്കാം. ചുറ്റും ആരും ഇല്ലാതിരുന്നതിനാൽ ഒരു ജനകീയ പ്രക്ഷോഭ ഭീഷണിയുടെ സാധ്യത വളരെ കുറവായിരുന്നു. കാലക്രമേണ നഗരം നിറയുകയും വിശാലമായ റോഡുകളിൽ ആളുകളുടെ എണ്ണം വളരെ സാവധാനത്തിൽ ഉയരുകയും ചെയ്താലും ഭരണത്തിൻ്റെ സ്ഥാനത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. വീതിയുള്ള റോഡുകൾ ഏത് പ്രതിഷേധത്തെയും പ്രതിരോധിക്കാൻ സൈന്യത്തിന് എളുപ്പമാക്കും എന്ന് ചിലർ കരുതുന്നുണ്ട്. 20 ലൈൻ ഹൈവേ നഗരത്തിന്റെ വിവിധ കോണുകളിൽ ഒരു വിമാനത്തിന് തൊടാൻ കഴിയുന്ന രഹസ്യ സൈനിക റൺവേകളാണ്. ഒരുപക്ഷെ പ്രതിഷേധക്കാർക്ക് നാവിഗേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാക്കാൻ നഗരം അത്രയും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാകും ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തെരുവുകൾ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കാം. പ്രതിഷേധക്കാർക്ക് ബാരിക്കേഡുകൾ പോലും നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ്. യാങ്കോണിനും നാപ്പിഡോയ്ക്കും ഇടയിലുള്ള ഡെത്ത് ഹൈവേ ബോധപൂർവമായ പ്രതിരോധ നടപടിയാകാം. ഈ നഗരം മുഴുവൻ ശരിക്കും ഒരു നഗരമല്ല, ഇതൊരു വലിയ സൈനിക കോട്ടയാണ്. മ്യാൻമാറിൻ്റെ സൈനിക സ്വേച്ഛാധിപത്യം ഇതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഔദ്യോഗിക വിശദീകരണം ശരിയായിരിക്കാം. ജനത്തിരക്കേറിയ തെരുവുകളിലെ ഗതാഗതം ഒഴിവാക്കാൻ ഭരണപരമായ കാരണങ്ങളാൽ അവർ ശരിക്കും നീങ്ങി. പക്ഷേ തീർച്ചയായും ഇതുപോലെ വിചിത്രമായൊരു നഗരത്തിന് അത്തരമൊരു ലളിതമായ വിശദീകരണം നൽകാനാവില്ല. 2015 വീണ്ടും പരാജയപ്പെട്ടെങ്കിലും ഈ തവണ മറ്റൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണകൂടം സമ്മതിച്ചു. എന്നാൽ അവർ വീണ്ടും പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം കുറച്ച് സമയത്തേക്ക് മ്യാൻമാറിലെ സ്ഥിതിഗതികൾ മയപ്പെടുത്തുന്നതായി തോന്നിയെങ്കിലും കുറച്ച് സമയത്തേക്ക് അവർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അംഗീകരിച്ചു. പക്ഷേ 2021 സൈന്യം മറ്റൊരു അട്ടിമറി നടത്തി നിയന്ത്രണം പിടിച്ചെടുക്കുകയും രാജ്യത്തെ താറുമാറാക്കുന്ന ഘട്ടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അന്നു മുതൽ ഒരു ആഭ്യന്തര യുദ്ധം ഇരുപക്ഷവും തമ്മിലുള്ള പോരാട്ടങ്ങളായി തുടരുകയാണ്. എന്നാൽ ഈ സംഘർഷം രാജ്യത്തിൻ്റെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശമായ യാങ്കോൺ നഗരത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അവിടെയാണ് ആളുകൾ പ്രതിഷേധിക്കുന്നത്, അവിടെയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അതിനിടയിൽ രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് നാപ്പിഡോ ശൂന്യമായിരിക്കുന്നു. സൈനിക മേധാവികളുമായി ശല്യപ്പെടുത്താതിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നഗരം നിർമ്മിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.